ഒരു മറവത്തൂർ കനവിലെ മരുതുൾപ്പെടെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ എത്രയെത്ര കഥാപാത്രങ്ങൾ. 98-ൽ ലാൽ ജോസിന്റെ സംവിധാനത്തിലിറങ്ങിയ സിനിമയുടെ തിരക്കഥ അദ്ദേഹത്തിൻ്റെതായിരുന്നു. ആ സിനിമയിലെ ദൃശ്യമാണ് കണ്ടത്. ഇപ്പോൾ വീട്ടിൽ നിന്നും അദ്ദേഹം എറണാകുളം ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോവുകയാണ്. നടൻ ശ്രീനിവാസന്, തിരക്കഥാകൃത്ത് ശ്രീനിവാസന്, സംവിധായകൻ ശ്രീനിവാസന് മലയാളക്കര അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. അരനൂറ്റാണ്ട് നീണ്ടുനിന്ന ജീവിതം, ആ ജീവിതത്തിൻ്റെ ഒടുക്കം അവസാനത്തെ ഫ്രെയിമുകളാണ് ഇപ്പോൾ മലയാളികൾ കാണുന്നത്. വീട്ടിൽ നിന്ന് ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിലേക്കും അദ്ദേഹം കൊണ്ടുപോകുന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഉറ്റവർ അദ്ദേഹത്തിൻ്റെ മൃതദേഹവുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. 1 മണി മുതൽ 3 മണി വരെ ടൗൺ ഹാളിൽ പൊതുദർശനമെന്നാണ്. അതൊരു പക്ഷേ 4 മണി വരെ നീണ്ടേക്കുമെന്നാണ് നേരത്തെ ശ്യാം പ്രസാദ് ഉത്തമൻ നൽകിയ വിവരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ടൗൺ ഹാളിലേക്ക് എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കും. വീട്ടിൽ നിന്ന് പുറത്തേക്ക് മൃതദേഹം എത്തിക്കുന്നു. ആംബുലൻസിൽ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേർ വീട്ടിലേക്ക് എത്തിയിരുന്നു. മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. കൊച്ചിയിലെ കണ്ടനാട്ട വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, ആ ഫ്രെയിമാണ് നമ്മളിപ്പോൾ കാണുന്നത്. മൃതദേഹം ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോവുകയാണ്. ജെയിനസ് രാജുണ്ട്. ജെയിൻ, ഇനിയുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? വലിയ ഒഴുക്കാണ്. ഏറ്റവും ഉറ്റവർ, പ്രിയപ്പെട്ടവർ എന്ന് പറയുമ്പോൾ അത് മലയാളത്തിൻ്റെ ആകെ സിനിമാ മേഖലയിൽ ഒരു പരിച്ഛേദം കൂടിയാണ്. ശ്രീനിവാസനെ സംബന്ധിച്ച് രാഷ്ട്രീയം പറഞ്ഞ, ചിരി പറഞ്ഞ, കളി പറഞ്ഞ, എന്നാൽ അതിനപ്പുറത്ത് ഗൗരവതരമായി സിനിമയെ കണ്ട, മലയാളിക്ക് പുതിയ ചിന്ത സമ്മാനിച്ച നടൻ്റെ അവസാന അന്ത്യദർശനം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ്?